20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ഇന്നത്തെ പോലെ വളരെ ശക്തമായ ശുചീകരണ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ന്യൂയോർക്ക് നഗരം. നഗരത്തിലെങ്ങും ഇടയ്ക്കിടെ ടൈഫോയിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒപ്പം ടൈഫോയിഡ് ബാധിത മരണങ്ങളും. 1906 639 പേരാണ് ടൈഫോയിഡ് മൂലം ന്യൂയോർക്കിൽ മാത്രം മരിച്ചത്. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ അസുഖം സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയ കലരുന്ന ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് പകരുന്നത്. വളരെ ശുചിത്വം പാലിക്കുന്ന സമ്പന്ന കുടുംബങ്ങളിലും ടൈഫോയിഡ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ ചില സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. എല്ലാ സംശയങ്ങളും ചെന്നെത്തി നിൽക്കുന്നത് മേരി മെലോൺ എന്ന പേരുള്ള പാചകത്തിൽ അതിവിദഗ്ധയായ ഒരു ഐറിഷ് വനിതയിലാണ്. ആരാണ് മേരി മെലോൺ എന്നല്ലേ? 1869 അയർലൻഡിലെ കുക്സ്റ്റൗണിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയാണ് മേരി. പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് 14-ാം വയസ്സിൽ അവൾ US-ലേക്ക് കുടിയേറി. അവിടെ എത്തിയ ശേഷം ന്യൂയോർക്കിലെ സമ്പന്ന കുടുംബങ്ങളിൽ ജോലിക്കാരിയായും പാചകക്കാരിയായും എല്ലാം അവൾ ഉപജീവനം നടത്തി വന്നു. മേരി ഉണ്ടാക്കിയിരുന്ന പ്രത്യേക വിഭവമായ പീച്ച് ഐസ്ക്രീം വളരെ പെട്ടെന്നാണ് പ്രശസ്തമായത്. 1900 മുതൽ 1907 വരെയുള്ള കാലം മേരി ജോലി ചെയ്തിരുന്ന 7 വീടുകളിൽ 24 പേർക്ക് ടൈഫോയിഡ് രോഗബാധയുണ്ടായി. രോഗം സ്ഥിരീകരിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കുള്ള മാറ്റമായിരുന്നു അക്കാലം അത്രയും അവളുടെ ജീവിതം. അങ്ങനെ നിരവധി വീടുകളിൽ പാചകക്കാരിയായി അവൾ ജോലിയെടുത്തു. ടൈഫോയിഡ് ബാധിച്ച 7 സമ്പന്ന കുടുംബങ്ങളിലും മേരി ജോലി ചെയ്തിരുന്നു. അല്ലെങ്കിൽ മേരി ജോലി ചെയ്തിരുന്ന 7 സമ്പന്ന കുടുംബങ്ങളിലും ടൈഫോയിഡ് ബാധിച്ചിരുന്നു. 1900 മേരി ജോലി ചെയ്തിരുന്ന ഒരു കുടുംബത്തിൽ രോഗം പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് അടുത്ത വർഷം അവൾ മാൻഹട്ടിലെ ഒരു കുടുംബത്തിലെത്തി. അവിടെയും അംഗങ്ങൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും ആ വീട്ടിലെ അലക്കുകാർ അസുഖത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു അഭിഭാഷകന്റെ കുടുംബത്തിലേക്കാണ് അവൾ ജോലിക്കായി ചെന്നത്. അവിടെ 8 പേരിൽ 7 പേർക്കും അസുഖം ബാധിച്ചതോടെ മേരി അവിടെ നിന്നും ഇറങ്ങി. 1906 അവൾ നിന്ന ന്യൂയോർക്ക് നഗരത്തിൽ ഒരു കുടുംബത്തിൽ 10 പേർക്ക് അസുഖം വന്ന് ആശുപത്രിയിലായി. തുടർന്ന് മേരി പിന്നെയും ജോലിസ്ഥലം മാറി. പിന്നീട് മേരി ജോലിക്ക് നിന്ന 3 വീടുകളിലും ഇത് തന്നെ സംഭവിച്ചു. അതിനുശേഷം മേരി ജോലിക്ക് നിന്നിരുന്ന ചാൾസ് ഹെൻറി വാരൻ എന്ന പേരുള്ള സമ്പന്നനായ ഒരു ബാങ്കർ 1906 ഓയിസ്റ്റർ ബേയിൽ ഒരു വീടെടുത്ത് പോയപ്പോൾ മേരിയെയും കൊണ്ടുപോയി. ഓയിസ്റ്റർ ബേയിൽ തീരെ അസാധാരണമായിരുന്ന ടൈഫോയിഡ് ഈ ബാങ്കറുടെ വീട്ടിലെ 11 പേർക്കും വന്നതോടെ സംശയങ്ങൾക്ക് ചൂടുപിടിക്കാൻ തുടങ്ങി. ആ സംശയത്തിന്മേൽ 1906 അവസാനം ഈ രോഗത്തിന്റെ തുടക്കവും വ്യാപനവും കണ്ടുപിടിക്കുവാൻ വേണ്ടി ജോർജ് സോപ്പർ എന്നൊരു ഗവേഷകനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ അന്നത്തെ കണ്ടെത്തലുകൾ 1907 ജൂൺ 15 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ആ കണ്ടെത്തലുകൾ പറയുന്നത് മേരിയാണ് രോഗവ്യാപനത്തിന്റെ കാരണം എന്നായിരുന്നു. രോഗലക്ഷണങ്ങളൊന്നുമില്ലാതെ രോഗാണുക്കളെ വഹിക്കുന്ന അസിംറ്റമാറ്റിക് കാരിയർ എന്ന രോഗാവസ്ഥയാണ് മേരിക്ക് എന്നാണ് ആ കണ്ടെത്തലുകളിൽ നിന്നും തെളിഞ്ഞത്. കാരണം രോഗം ഓരോരുത്തരിലേക്കുമായി എത്തുമ്പോഴേക്ക് തന്നെ മേരി അവിടം വിടുമായിരുന്നു. അവളുടേതായി ഒരു വിലാസവും നൽകിയിരുന്നില്ല എന്നതും ഒരു കാരണമായിരുന്നു. അതിനിടയിലാണ് പാർക്ക് അവന്യൂവിലെ ഒരു സമ്പന്ന കുടുംബത്തിലും രോഗം സ്ഥിരീകരിച്ചതായി അറിയാൻ കഴിഞ്ഞത്. അവിടെയും പാചകക്കാരി മേരി തന്നെയായിരുന്നു. ഈ സമയത്ത് സോപ്പറിന് മേരിയെ പിടികൂടാൻ കഴിഞ്ഞു. എന്നാൽ സോപ്പറിന്റെ എല്ലാ ആരോപണങ്ങളും മേരി നിഷേധിച്ചു. രോഗപരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും മേരി നൽകിയില്ല. അന്ന് മടങ്ങിയ സോപ്പർ പിന്നീട് വന്നത് ഒരു ഡോക്ടറുമായാണ്. എന്നാൽ അന്നും മേരി പരിശോധനയ്ക്ക് തയ്യാറായില്ല. അവസാനം അവളുമായുള്ള വാഗ്വാദത്തിനൊടുവിൽ സോപ്പർ പറഞ്ഞത് അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ സമ്മതിക്കുകയാണെങ്കിൽ അയാൾ അവളെക്കുറിച്ചൊരു പുസ്തകം എഴുതുകയും അതിൻ്റെ റോയൽറ്റി അവൾക്ക് നൽകുകയും ചെയ്യാമെന്നാണ്. എന്നാൽ മേരി പ്രതിഷേധ സൂചകമായി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയും അയാൾ പോവാതെ തിരിച്ചിറങ്ങില്ല എന്ന് പറയുകയും ചെയ്തു. മേരിക്ക് ഒരിക്കലും രോഗലക്ഷണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് രോഗവുമില്ലെന്ന് അവരുറപ്പിച്ചു. എന്നാൽ മേരിക്ക് ടൈഫോയിഡ് ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് സോപ്പർ വിശ്വസിച്ചു. ഇത് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായി സാമ്പിൾ കളക്ട് ചെയ്യാൻ ചെന്ന സോപ്പറിനെ മേരി ആക്രമിക്കാൻ ശ്രമിച്ചു. അന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് സോപ്പറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മേരിക്ക് കൈ കഴുകുന്ന ശീലം തീരെ കുറവായിരുന്നു എന്നാണ്. അതിനെ തുടർന്ന് മേരിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സോപ്പർ തന്റെ സുഹൃത്തും വനിതാ ഡോക്ടറുമായ ജോസഫൈൻ ബേക്കറെ ഏൽപ്പിച്ചു. തനിക്ക് രോഗമില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ജോസഫൈനെയും സാമ്പിൾ എടുക്കാൻ മേരി അനുവദിച്ചില്ല. ജോസഫൈന്റെ പിതാവ് ടൈഫോയിഡ് ബാധിച്ചാണ് മരിച്ചത്. അതിനാൽ തന്നെ രോഗത്തിനെതിരെ സന്ധിയില സമരം പ്രഖ്യാപിച്ച വനിതയായിരുന്നു അവർ. മേരിയെ സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 5 പോലീസുകാരുടെ അകമ്പടിയോടെ ജോസഫൈൻ മേരിയെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും ചാടിപ്പോകാൻ മേരി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ഏതായാലും ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ ജോസഫൈൻ്റെ ശരീരത്തിൽ സാൽമൊണല്ല ടൈഫി ഉണ്ടെന്ന് തെളിഞ്ഞു. എന്നാണ് ബാക്ടീരിയ അവളുടെ ശരീരത്തിൽ പ്രവേശിച്ചതെന്നോ എന്തുകൊണ്ടാണ് ആ ശരീരത്തെ ഈ ബാക്ടീരിയ ആക്രമിക്കാത്തതെന്നോ ഉള്ളതിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മേരിയുടെ ഗാൾ ബ്ലാഡർ എടുത്തു മാറ്റുക എന്നതായിരുന്നു ഒരേയൊരു പ്രതിവിധി.
എന്നാൽ അതിനവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നോർത്ത് ബ്രദർ ദ്വീപിലെ ഒരു ക്ലിനിക്കിൽ 3 വർഷം ഐസൊലേഷനിൽ കഴിയേണ്ടി വന്നു. 1909 ന്യൂയോർക്ക് അമേരിക്കൻ എന്ന പത്രം മേരിയെക്കുറിച്ച് വിശദമായ ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. ആ ഫീച്ചറിൽ മേരി മെലോൺ ടൈഫോയിഡ് മേരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. പിന്നീട് അവളെക്കുറിച്ച് പല കഥകളും പുറത്തിറങ്ങി. ദുരൂഹതയും പൊടിപ്പും തൊങ്ങലും നിറഞ്ഞ ചില കഥകളിൽ അവൾ ടൈഫോയിഡിന്റെ ഇരയായിരുന്നു, ചിലതിൽ രോഗവ്യാപകയും. 3 വർഷത്തെ ഐസൊലേഷന് ശേഷം അവർ മോചിതയായി. കാരണം മറ്റൊന്നുമായിരുന്നില്ല, ന്യൂയോർക്ക് സ്റ്റേറ്റ് കമ്മീഷണർ ഓഫ് ഹെൽത്ത് രോഗവാഹകരെ ഇനിയും ഐസൊലേഷനിൽ പാർപ്പിക്കാനാവില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. പാചകക്കാരിയായി ജോലി ചെയ്യരുതെന്നും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്നുമുള്ള കർശന നിർദ്ദേശത്തിനു ശേഷമാണ് മേരി മോചിപ്പിക്കപ്പെട്ടത്. അങ്ങനെ മേരി അധികൃതർക്ക് ഉറപ്പു നൽകുകയും മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ എല്ലാവിധത്തിലുമുള്ള മുൻകരുതലുകൾ എടുക്കാമെന്നും സത്യവാങ്മൂലം നൽകി. പിന്നീട് അവൾ ഒരു അലക്കുകാരിയായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. വളരെ കുറഞ്ഞ ശമ്പളത്തിൽ കുറച്ചു വർഷം അവൾ ജോലി ചെയ്തു. പിന്നീട് മേരി ബ്രൗൺ എന്ന് പേര് മാറ്റി വീണ്ടും പാചകക്കാരിയായി. എവിടെയൊക്കെ അവൾ ജോലി ചെയ്തോ അവിടെയെല്ലാം ടൈഫോയിഡും റിപ്പോർട്ട് ചെയ്തു. രോഗം പിടിപെടുന്നുവെന്ന് കാണുന്ന ഉടനെ തന്നെ മേരി അവിടം വിട്ട് അടുത്ത വീട്ടിലെത്തും. സോപ്പർ എത്ര ശ്രമിച്ചിട്ടും മേരിയെ കണ്ടെത്താനായില്ല. 1915 ന്യൂയോർക്ക് സിറ്റിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയിൽ പാചകക്കാരിയായി ചെന്ന മേരി കുറച്ചു നാളുകൾ കൊണ്ട് 25 പേർക്കാണ് അസുഖം നൽകിയത്. അവിടെ നിന്നും മേരി ഉടനെ തന്നെ സ്ഥലം വിട്ടു. പോലീസ് അവളെ കണ്ടെത്തുന്നത് ഒടുവിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കവെയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട മേരി വീണ്ടും നോർത്ത് ബ്രദർ ദ്വീപിൽ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടു. 1915 മാർച്ച് 27 ഇത്. ഇപ്പോഴും മേരി തൻ്റെ ഗാൾ ബ്ലാഡർ നീക്കം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഏകദേശം 1/4 നൂറ്റാണ്ടോളം, അതായത് മരണം വരെ അവൾ ക്വാറന്റൈനിൽ ആയിരുന്നു. 1938 നവംബർ 11 ന്യൂമോണിയ ബാധിച്ച് 69 വയസ്സിലാണ് അവൾ മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ അവളുടെ പിത്തസഞ്ചിയിൽ ടൈഫോയിഡ് ബാക്ടീരിയയുടെ തെളിവുകൾ കണ്ടെത്തിയെന്ന് പറയുന്നു. എന്നാൽ സോപ്പർ പറഞ്ഞത് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല എന്നാണ്. ഇത്ര നീണ്ടകാലം ഐസൊലേഷനിൽ പാർപ്പിച്ചിരുന്നതിന് ന്യായീകരണമായിട്ടാണ് മേരിയിൽ ഇപ്പോഴും ടൈഫോയിഡ് ബാക്ടീരിയകൾ ഉണ്ടെന്ന് അധികൃതർ പറഞ്ഞിരുന്നത് എന്നും അന്ന് ആക്ഷേപമുണ്ടായി. അങ്ങനെ കൃത്യമായ ഉത്തരമില്ലാത്ത ദുരൂഹതകൾ നിറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളിലൂടെയാണ് മേരിയുടെ ജീവിതം കടന്നുപോയത്. ഒരുപാട് സംശയങ്ങൾ ബാക്കിയാക്കി അവളും. എന്തായാലും ടൈഫോയിഡ് മേരിയുടെ പ്രധാന വിഭവമായിരുന്ന അവൾ തയ്യാറാക്കിയിരുന്ന ഐസ്ക്രീമിലൂടെ ആവാം രോഗം പകർന്നത് എന്നാണ് കരുതപ്പെടുന്നത്.